ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങളെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇതാക്കണോ ചോറും കൂട്ടാനൊക്കെ വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ഇതാക്കണോ നമ്മളെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ ചൂടായ സമയത്ത് തന്നെ അരി ഇട്ട് കൊടുക്കുകയാണ്. റേഷൻ കടയിൽ തരികയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളെ ചോറൊക്കെ വേഗം ഇവിടെ വേവും. അപ്പോൾ അരി ഇട്ടതിന് ശേഷം പിന്നെ കൂട്ടാൻ പണി ഒക്കെ ഒന്ന് കഴിക്കട്ടെ. ഇന്നിപ്പോൾ എന്താ ചോറിന് കൂട്ടാനെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു കേട്ടോ ഒത്തിരി വെള്ളരിക്കേൻ്റെയും ചേമ്പിൻ്റെയും ഓർമ്മ ഉണ്ടായത്. അപ്പം എന്നാൽ വിചാരിച്ച് എന്തായാലും മോരുകറി വയ്ക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ അതാക്കണം അടുപ്പത്താണ് വെച്ച് കൊടുക്കുകയാണ്. ഇത്തിരി കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, നമ്മളെ വെള്ളരിക്കും ചേമ്പും ഒക്കെ ഉണ്ട് അടുപ്പത്ത് വെച്ച് വെന്തതിന് ശേഷം ഇതാക്കണോ കുറച്ച് മോര് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. ശേഷം പിന്നെ നമ്മൾ തേങ്ങ അരച്ചെടുക്കുന്നുണ്ട്. തേങ്ങയിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അരപ്പൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ കറി താളിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അതാക്കണം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില ഒക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മളെ കറിയിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാക്കണം സൂപ്പർ അടിപൊളിയായിട്ടുള്ള മോരുകറി ഇവിടെ തയ്യാർ. അപ്പോഴത്തേക്ക് നമ്മളെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റേഷൻ കടയിൽ അരി ആയതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് തന്നെ നമ്മളെ ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാക്കണം അത് വേഗം നട ഊട്ടിയിട്ടിട്ടെ. അപ്പോൾ ചോറും കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി പൈക്ക് വേണ്ടത് ഉപ്പേരിയാണ് കേട്ടോ. ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നല്ല പയറ് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ വേഗം ഉപ്പേരിയും കൂടി ആ ചോറ് വെന്ത അടുപ്പത്ത് തന്നെ നല്ല ചൂടെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിയും കൂടി അടുപ്പത്താണ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കടുക് പൊട്ടിച്ചു, ചെറിയ ഉള്ളിയിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇങ്ങനത്തൊരു നമ്മളിതാക്കണം നോക്കി വെച്ചിട്ടുണ്ടായിരുന്ന പയറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് വെക്കുക, അരച്ചിക്കുക. നമ്മളെ പയറും ഉപ്പേരിയും ഇവിടെ റെഡി. നമുക്കിവിടെ ചിലപ്പോഴൊക്കെ തോട്ടത്തെ മീനൊക്കെ കിട്ടലുണ്ട്. തോട്ടിലും പാടത്തു നിന്നൊക്കെ നെറീന് കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ ആ മീൻ മാമയ്ക്ക് കുറച്ച് കിട്ടിയപ്പോൾ അത് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാക്കണോ അത് ചില ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇതിൻ്റെ ചുവയ്ക്ക് ചെറിയൊരു മാറ്റം ഉണ്ടാവും. നമ്മളെ ചേറലും ഒക്കെ ഉണ്ടാവുന്ന സംഭവമല്ല. പക്ഷേ എനിക്കിത് ഇഷ്ടമാണ്. അപ്പോൾ അതാക്കണോ അത് കുറച്ച് തറവാട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്നാണ്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ മീൻ ഫ്രൈ ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഇത് വിഷമൊന്നുമില്ല. നമ്മൾ പിടിച്ചെടുക്കുക, കറി വെക്കുക അല്ലെങ്കിൽ വറുക്കൊക്കെയാണ് ചെയ്യുന്നത്. അത് അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ വാങ്ങണ മീനുകളൊക്കെ എത്ര മാസങ്ങളോളം പഴക്കമുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി വന്നാണ്ട് വറുക്കട്ടെ. വല്ല വെളുത്തുള്ളി, ഇഞ്ചിയും ചെറിയ ഉള്ളി ഒന്നും ഇതിൽ കിട്ടില്ല. വെറുതെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം ഇട്ടിട്ടുള്ള വറുക്കലാണ്. ഇതാണ് കേട്ടോ അങ്ങനെ വറുക്കാൻ ടേസ്റ്റ് ഇങ്ങനെയാണ്. പരലുമീൻ ഉണ്ടാവും, പക്ഷേ ഇത് കണ്ണൻ മീനാണ് കേട്ടോ. പിന്നെ തേങ്ങ അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് വറുക്കട്ടെ. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളം കേട്ടോ. അപ്പം ഇനി അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഊണ് ഇവിടെ റെഡി. ചോറ്, കൂട്ടാൻ, ഉപ്പേരി, മീൻ വറുത്തത് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിപ്പട്ടാളങ്ങൾ വെറുതെ ഇരിക്കില്ല, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് പഴംപൊരി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഞാനിതങ്ങനെ കുറച്ചൊരു പാത്രത്തേക്ക് നല്ല മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് നമ്മളെ കോഴിമുട്ടയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ടൊന്നും എനിക്കതൊരു മനഃപ്പുറത്തും തോന്നിയില്ല. ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം തന്നെ ഒരു 5 മിനിറ്റ് ഞാനതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ആയിട്ടുള്ള പഴംപൊരി ഇതാക്കണോ. നല്ല ഗുണ്ടുമണി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ മക്കൾക്കൊന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.